ഇടുക്കി തൊടുപുഴ ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ സമാനമായൊരു ഭീഷണി കാസർഗോഡും ഉണ്ടായിട്ടുണ്ട് എന്ന് ഷഫീഖ് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ഇടുക്കി തൊടുപുഴ കോടതിയിലും ഈ സന്ദേശം എപ്പോൾ ഏത് ഐഡിയിൽ നിന്നാണ് ലഭിക്കുന്നത്? എന്താണ് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അന്വേഷണ സംഘം ഈ ബോംബ് പരിശോധനയൊക്കെ നടന്നോ അവിടെ? ഇവിടെ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കാസർഗോഡ് ലഭിച്ചതിന് സമാനമായ ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് തൊടുപുഴ മുട്ടം കോടതിയിലും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി കോടതിയുടെ ഔദ്യോഗിക ഇമെയിലിലേക്കായിരുന്നു ഈ ഭീഷണി സന്ദേശം വരുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് ഈ സന്ദേശം എത്തിയിട്ടുള്ളത്. സന്ദേശത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉച്ച സമയത്തോടുകൂടി പൊട്ടുന്ന തരത്തിലേക്ക് റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള RDX ബോംബുകൾ ജില്ലാ കോടതിയുടെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉച്ച സമയത്ത് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 or 2 ഈ സംഘടനയുടെ പ്രവർത്തകർ കോടതിയുടെ സമീപത്തേക്ക് എത്തുകയും അവർ ചാവേറായി പൊട്ടിത്തെറിക്കുകയും ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ബോംബ് സ്ഫോടനത്തിന് സമാനമായൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. ഈ സന്ദേശം ലഭിച്ച ഉടനെ തന്നെ കോടതി അധികൃതർ പോലീസിന് വിവരം അറിയിക്കും. തുടർന്ന് വലിയ പോലീസ് സംഘം കോടതിയിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണ് കോടതിയിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഒഴിപ്പിക്കുകയും ചെയ്തത്. ഈ വലിയ ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കോടതി നടപടികൾ ഇതേവരെ ആരംഭിക്കാനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും മുഴുവൻ കോടതിയിലെ അഭിഭാഷകരടക്കമുള്ള മറ്റ് ജീവനക്കാരടക്കമുള്ള ജഡ്ജിമാരടക്കമുള്ള മുഴുവൻ ആളുകളും പുറത്ത് നിൽക്കുകയാണ്. ഇതുവരെ കോടതിക്കുള്ളിലേക്ക് ഇവരെ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. അതേസമയം ഓരോ കോടതിയുടെ എല്ലാ കെട്ടിടങ്ങളിലും ഡോഗ് സ്ക്വാഡിന്റെ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അല്പസമയം മുമ്പാണ് ആരംഭിച്ചിട്ടുള്ളത്. നിലവിലെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഈ ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളത്. മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് ഈ ഭീഷണി സന്ദേശം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഷഫീഖ് നസ്രുള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തമിഴ്നാട് പോലീസിലുണ്ടായിരിക്കുന്ന ചില ചൂഷണ പ്രവർത്തനങ്ങളും DMK അനുയായികളുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളത്. തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല തങ്ങളുടെ ആശയം പ്രകടിപ്പിക്കുവാൻ വേണ്ടി എന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. ഏതായാലും വലിയ ആശങ്ക മുട്ടം കോടതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സന്ദേശം വന്നിട്ടുള്ളത്. ഏതായാലും കടുത്ത ജാഗ്രതയിലാണ് ഈ മേഖലയുള്ളത്. ഈ മെയിലിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് കൂടിയായിരിക്കും ബോംബ് സ്ഫോടനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ കോടതിയുടെ മുഴുവൻ പരിസരങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം എന്താണ് ഇപ്പോൾ മറ്റിടങ്ങളിൽ ലഭിച്ചിരിക്കുന്നതിന് സമാനമായ ഭീഷണി സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ സംഘടന ഏതാണ്, സംഘടനയുടെ വിശദാംശങ്ങൾ എന്താണ് എന്നൊന്നും ഇതേവരെ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കനത്ത ജാഗ്രത പുലർത്തുകയാണ്. കോടതിയിലേക്ക് കടന്നു വരുന്ന വഴികളിലേക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപരിചിതരായ ആരെങ്കിലുമൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും അടക്കം നേതൃത്വത്തിൽ കോടതിയുടെ ഓരോ കെട്ടിടങ്ങളും പരിശോധിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത് നമുക്കറിയാം, ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള വലിയ ദാരുണമായ സംഭവമാണ് ഈസ്റ്റർ മോഡൽ ബോംബ് സ്ഫോടനം. ആ നിലയിലോട്ടുള്ള ഒരു ബോംബ് സ്ഫോടനം ഇവിടെയും നടത്തുമെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. ചാവേർ സ്ഫോടനത്തിലേക്ക് വരെ സംഭവങ്ങൾ മാറിയേക്കുമെന്നുള്ള ആശങ്ക വരുത്തുന്ന വലിയ ഗൗരവതരമായ ഒരു ഇമെയിൽ സന്ദേശമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കോടതിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഈ സന്ദേശം എത്തിയത്. മെയിൽ ലഭിച്ച ഉടനെ തന്നെ വിഷയം പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്വതന്ത്രമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. നിലവിൽ തൊട്ടടുത്തുള്ള ഏറ്റവും സമീപത്തുള്ള തൊടുപുഴ മുട്ടം കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മുഴുവൻ പോലീസ് സംവിധാനവും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും വണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരോടും പുറത്തേക്ക് പോകാനാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ദയവായി ഒന്ന് സഹകരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും. 2:30-ക്ക് ശേഷം മാത്രമേ ഇനി കോടതി കൂടുന്നുള്ളൂ. അതുകൊണ്ടാണ് തീർച്ചയായും. അപ്പോൾ 2:30-ക്ക് ശേഷം മാത്രമേ ഇനി കോടതി കൂടുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. കോടതി അങ്കണത്തിൽ നിന്ന് മുഴുവൻ പേരോടും പിരിഞ്ഞു പോകാനും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. ധന്യ. ശരി, ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.